ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് തേങ്ങ അരച്ച സ്റ്റൈലിലുള്ളൊരു ചെമ്മീൻ കറി ഉണ്ടാക്കിയാലോ. നല്ല ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു ചെമ്മീൻ കറിയാണ് ഇന്ന് നമുക്ക് റെഡിയാക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. പാത്രം അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ഒരു ഉള്ളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നല്ല കനം കുറച്ച് അരിഞ്ഞ ഉള്ളിയാണ്. അത് നമുക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഈ ഉള്ളീനെ വാട്ടിയെടുക്കണം. ഉള്ളി നന്നായി വാടിയതിന് ശേഷം അതിലേക്ക് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉള്ളിയും കിടന്ന് നന്നായിട്ട് നമുക്ക് വാട്ടിയെടുക്കണം. ആ ഇഞ്ചി വെളുത്തുള്ളീൻ്റെയൊക്കെ ഒരു പച്ചമണം പോകുന്നത് വരെ നമ്മൾ വാട്ടിക്കൊണ്ടിരിക്കണം. അപ്പോൾ നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു മീഡിയം സൈസിലുള്ള 3 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഒരു 4 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് വാട്ടി കൊടുക്കണം. തക്കാളിയൊക്കെ നമുക്ക് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. തക്കാളിയും പച്ചമുളകും ഒക്കെ നന്നായി ഉടഞ്ഞ് നല്ല എണ്ണ തെളിഞ്ഞ പാകത്തിലാണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് തവി വെച്ച് നന്നായിട്ടൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. അധികം എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടിയാണ്. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇവിടെ ചേർക്കുന്നത്. എന്നിട്ട് നമുക്ക് ഈ മസാലകളും ഈ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ തക്കാളിയും പൊടികളും ഒക്കെ നന്നായിട്ട് മിക്സായി അതിൻ്റെ പൊടികളുടെയൊക്കെ പച്ചമണം പോകുന്നത് വരെ നമ്മൾ മിക്സാക്കി കൊടുക്കണം. അപ്പോൾ മസാലകളൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. വാളംപുളി പിഴിഞ്ഞ വെള്ളമാണ് ഇത്. നന്നായിട്ട് ഈ വെള്ളം നന്നായി തിളയ്ക്കണം. തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഒരു 250 ഗ്രാം ചെമ്മീനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. വലിയ സൈസ് ചെമ്മീനാണ്. ഈ ചെമ്മീനൊക്കെ നന്നായി വെന്തതിന് ശേഷം നമുക്ക് തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 1/2 മുറി തേങ്ങ മഞ്ഞൾപ്പൊടി മാത്രം ചേർത്തിട്ട് അരച്ചെടുത്തതാണ്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഉള്ളിയും ഉലുവയും വെളിച്ചെണ്ണയിലൊന്ന് മൂപ്പിച്ചിട്ടും കൂടി കൊടുത്താൽ കറി ഇവിടെ റെഡിയായി. ചോറിൻ്റെ കൂടെയൊക്കെ നല്ല രുചിയോടുകൂടി കഴിക്കാൻ പറ്റാവുന്ന ഒരു ചെമ്മീൻ കറിയാണിത്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്യണം.